നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റക്കാർക്ക് മാത്രമല്ല അവരെ ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്നവർക്കെതിരെയും ശക്തമായ നിലപാടെടുത്ത് കെയർ സ്റ്റാമർ സർക്കാർ. UK-യിലേക്ക് അനധികൃതമായി കുടിയേറ്റക്കാരെ കടത്തുന്നവർക്കെതിരെ കർശന നടപടി വ്യവസ്ഥ ചെയ്യുന്ന സ്റ്റാർമർ സർക്കാരിൻ്റെ അതിർത്തി സുരക്ഷാ ബിൽ ഉടൻ വരും. രാജ്യത്തേക്ക് ആളുകളെ കടത്തുന്നവർ ഇതോടെ UK-യിൽ ഫോൺ നിരോധനം, സോഷ്യൽ മീഡിയ ബ്ലോക്കുകൾ, യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവ നേരിടേണ്ടി വരും. ഇത് അനധികൃത കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനത്തിലെ നിയന്ത്രണങ്ങൾ വേഗതയിലാക്കുമെന്നാണ് മന്ത്രിമാരുടെ നിലപാട്. ബോട്ടുകൾ പിടിച്ചടക്കുന്നതടക്കം സുരക്ഷാ സേനകളുടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടും ഡിസംബറിലെ അവസാന ദിവസങ്ങളിൽ മാത്രം 38 ബോട്ടുകളിലായി 1776 പേരാണ് ചാനൽ മുറിച്ചു കടന്ന് UK-യിലെത്തിയത്. 2024 UK-യിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ് ഈ ബിൽ. ഇംഗ്ലണ്ടിലുടനീളം കാറ്റുവീശലും മഞ്ഞുവീഴ്ചയും തണുപ്പും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് താപനില കുത്തനെ കുറയുമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് മഞ്ഞുവീഴ്ച തുടരുകയാണ്. സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിൽ വ്യാപകമായ മഞ്ഞും തണുപ്പും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ. മറ്റിടങ്ങളിൽ മഞ്ഞിനും കാറ്റിനും മഴയ്ക്കുമുള്ള വിവിധ അലർട്ടുകൾ തുടരുകയാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെ യെല്ലോ അലർട്ടുകൾ നിലവിലുണ്ട്. UK-യുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും കനത്ത മഴയും കാരണം വ്യാപകമായ വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. കോവിഡ് വ്യാപനത്തിന്റെ 5 വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ പുതിയ വൈറസ് രോഗികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ. നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ്, COVID-19 എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില പോസ്റ്റുകൾ വ്യക്തമാക്കുന്നു. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് HMPV. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിങ്ങനെ എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് ഇത് നയിച്ചേക്കാം. സർക്കാർ സ്റ്റാമറുടെ കീഴിലുള്ള പാർട്ടിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 20 കൗൺസിലർമാർ ലേബർ പാർട്ടി വിട്ടു. നോട്ടിംഗ്ഹാംഷെയറിലെ ബ്രോക്സ്റ്റോബറോ കൗൺസിലിൽ നിന്നുള്ള കൗൺസിലർമാർ പാർട്ടി പരമ്പരാഗത തൊഴിൽ മൂല്യങ്ങൾ ഉപേക്ഷിച്ചു എന്നാരോപിച്ചാണ് ലേബർ പാർട്ടി വിട്ടത്. 42 വർഷമായി പാർട്ടി അംഗമായിരുന്ന കൗൺസിൽ നേതാവ് മിലൻ റഡ്ലോവിച്ച് പിന്മാറിയതിലെ പ്രധാനിയാണ്. പെൻഷൻകാർക്കുള്ള ശൈത്യകാല ഇന്ധന അലവൻസ് വെട്ടിക്കുറച്ചതുപോലുള്ള നയങ്ങളെ ഇവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പാർലമെന്റ് പുറത്താക്കിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് സോളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയുമായി 6 മണിക്കൂർ നീണ്ട തർക്കത്തിന് ശേഷം സൗത്ത് കൊറിയൻ പോലീസ് അവസാനിപ്പിച്ചു. ഡിസംബർ ആദ്യം അധികാരം ദുർവിനിയോഗം ചെയ്ത് പട്ടാള നിയമം ചുമത്താൻ ശ്രമിച്ചു. കലാപത്തിന് പ്രേരിപ്പിച്ചതിന് യുണിനെതിരെ അന്വേഷണം നടക്കുകയാണ്. പ്രാദേശിക സമയം രാവിലെ 8-ന് പോലീസ് ഉദ്യോഗസ്ഥരും അഴിമതി അന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം അറസ്റ്റിനായി യൂണിയന്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ എണ്ണത്തിൽ കുറവായ അവരെ യൂണിയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളും പൂട്ടിയിടുകയായിരുന്നു. യൂണിയനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള സുരക്ഷാ സേനയും സിയോൾ നഗരത്തെ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സൈനിക യൂണിറ്റും ചേർന്നാണ് അറസ്റ്റ് നീക്കം നിർവീര്യമാക്കിയത്. മുൻ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയും മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് പ്രസിഡന്റുമായ സർ നിക് ക്ലെഗ് മെറ്റ വിടുന്നു. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നതിനെ തുടർന്നാണ് 7 വർഷത്തിന് ശേഷം ഈ സ്ഥാനമൊഴിയൽ. വ്യാഴാഴ്ച മെറ്റയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലിബറൽ ഡെമോക്രാറ്റുകളുടെ മുൻ നേതാവ് സർ നിക് ക്ലെഗ് കമ്പനി വിടുകയാണെന്ന് വ്യക്തമാക്കി. റിപ്പബ്ലിക്കനും നിലവിൽ നിക് ക്ലെഗിന്റെ ഡെപ്യൂട്ടിയുമായ ജോയൽ കപ്ലാനാകും മെറ്റയുടെ പുതിയ ഗ്ലോബൽ അഫയേഴ്സ് പ്രസിഡന്റ്. ജോർജ് ബുഷിന്റെ ഭരണകാലത്ത് വൈറ്റ് ഹൗസിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായി സേവനമനുഷ്ഠിച്ച് പേരെടുത്തയാളാണ് ജോയൽ കപ്ലാൻ. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ഹോമിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ കെയർ സ്റ്റാമർ പരാജയപ്പെട്ടുവെന്ന ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ പരാമർശം ലേബർ പാർട്ടിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നു. കോടതി അലക്ഷ്യത്തിന് ജയിലിൽ കഴിയുന്ന തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസണിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മസ്ക് തന്റെ എക്സ് ഫീഡിന്റെ മുകളിൽ സന്ദേശം പിൻ ചെയ്തതും ലേബർ ക്യാമ്പുകളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. റോബിൻസണിനെ പിന്തുണച്ചുള്ള നിരവധി സന്ദേശങ്ങൾക്കൊപ്പമാണ് റോച്ച് ഡെയിലിലെയും ഓൾഡ് ഹാമിലെയും ബലാത്സംഗ സംഘങ്ങളെക്കുറിച്ച് മസ്ക് നിരവധി പോസ്റ്റുകൾ ചെയ്തത്. ഈ പോസ്റ്റുകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും സുരക്ഷാ മന്ത്രി ജസ് ഫിലിപ്പിനെയും മസ്ക് രൂക്ഷമായി വിമർശിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറിയേക്കില്ല. കൈമാറ്റത്തിനായി വേണ്ട പ്രധാന നടപടിക്രമങ്ങൾ ബംഗ്ലാദേശ് സ്വീകരിച്ചിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. സങ്കീർണമായ പ്രശ്നങ്ങളോടെ കൈമാറ്റ അഭ്യർത്ഥന നടത്തിയതിൽ ഇന്ത്യക്ക് അതൃപ്തിയുണ്ടെന്നാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയിന്മേലുള്ള പ്രതികരണം. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ അപേക്ഷ നൽകിയിരുന്നത്. ഏറെ ഉറ്റുനോക്കിയ കാസർഗോഡ് ഇരട്ടക്കൊലയിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച് പ്രത്യേക CBI കോടതി. 1 മുതൽ 8 വരെയും 10ഉം 15ഉം പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മുൻ ഉദുമ MLA KV കുഞ്ഞിരമൻ അടക്കം 2 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. ശിക്ഷ കുറഞ്ഞുപോയെന്നും 1 മുതൽ 8 വരെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്നും എന്ന പ്രതീക്ഷയെന്നും കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ പ്രതികരിച്ചു.
CBI കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബങ്ങൾ പറയുന്നു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേരളം കാത്തിരുന്ന നിർണായക വിധി വന്നത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 106.29 ഇന്ത്യൻ രൂപ. ഒരു $, 85.77 രൂപ. ഒരു യൂറോ 88.08 രൂപ. ഒരു പൗണ്ട് 1.24 $. ടോപ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.